ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ചെങ്കൽ മഹാദേവ ശിവപാർവതി ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗമുള്ള ക്ഷേത്രം കൂടിയാണിത്. 111.2 ഇഞ്ച് അടിയുള്ള ഒരു ശിവലിംഗമാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗമാണിത്. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുണ്ട്. മുൻപ് കർണാടകയിലെ കോടിലിംഗേശ്വര എന്ന് പറഞ്ഞ ടെമ്പിളിലെ ആയിരുന്നു ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗം ഉണ്ടായിരുന്നത്. അത് 108 അടി ഉയരമാണുള്ളത്. ശിവലിംഗത്തിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ഒരാൾക്ക് 200 രൂപേൻ്റെ പാസ് എടുക്കണം. 111 അടി ഉയരമുള്ള ഈ ശിവലിംഗത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല. ഈ ശിവലിംഗത്തിൻ്റെ ഉള്ളിൽ ഓരോരോ തട്ടായിട്ടാണ് കാണപ്പെടുന്നത്. അതിൽ 6 തട്ട് മനുഷ്യ ശരീരത്തിലുള്ള ഓരോ ചക്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ശിവനെ കാണാം. അങ്ങനെ നമ്മൾ കൈലാസത്തിലാണ് ചെന്ന് നിൽക്കുന്നത്. കൈലാസത്തെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും ഓരോ വ്യക്തിക്കുമുള്ള സങ്കല്പം എന്താണോ അതാണ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവർ. അത് കാണാനും ഒരുപാട് മനസ്സിലാക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. കൈലാസത്തിൽ നിന്ന് നേരെ താഴേക്ക് പോയി വൈകുണ്ഠത്തിലേക്കാണ് എത്തുന്നത്. അവിടെ ചെല്ലുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളും ലക്ഷ്മി ദേവിയെയും കാണാൻ കഴിയുന്നു. അവിടെ 10 അവതാരങ്ങളായിട്ടുള്ള മത്സ്യം, കൂർമ്മം, വരാകം, വാമനൻ, നരസിംഹം, ബലരാമൻ, പരശുരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി ഈ അവതാരങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു. വൈകുണ്ഠത്തിലായി തന്നെ മഹാവിഷ്ണുവിൻ്റെ ഇടത് ഭാഗത്തായിട്ട് ബ്രഹ്മാവിനെയും വലതു ഭാഗത്തായിട്ട് ശിവനെയും കാണാൻ കഴിയുന്നു. വൈകുണ്ഠ ദർശനത്തിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ദേവലോകത്തിലേക്കാണ് പോകുന്നത്. ദേവലോകത്തെ ദേവന്മാരെ എല്ലാവരെയും കാണാൻ കഴിയുന്നു. ദേവലോകം കണ്ടതിന് ശേഷം നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. ആദ്യം ചെല്ലുന്നിടത്ത് 108 ശിവലിംഗങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഭക്തന്മാർക്ക് സ്വയം പൂജ ചെയ്യാൻ വേണ്ടിയാണ് ഈ ശിവലിംഗങ്ങളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന രീതിയിലാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. ട്രിവാൻഡ്രത്ത് ക്ഷേത്ര ദർശനത്തിനായി വരുന്നവർ നെയ്യാറ്റിൻകര ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ ഒന്ന് വരേണ്ടത് തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ നമുക്ക് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ 6 ചക്രങ്ങളെ കാണാൻ സാധിക്കുന്നു. ആ 6 ചക്രങ്ങളെക്കുറിച്ചും വിശദീകരിച്ച് അവിടെ ഒരു സ്വാമി നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.